ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിന്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയും നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക്, അതായത് നമ്മുടെ ചച്ചിയുടെ വീട്ടിലേക്ക്, നമ്മുടെ രവീന്ദ്രൻ അച്ഛന്റെ വീട്ടിലേക്ക്, നമ്മുടെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാട്ടോ നമുക്ക് ആ ഒരു പുത്തൻ ആ ഒരു ചെമ്പനീർ പൂവിന്റെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും കഥ അല്ലെ? നമ്മുടെ എന്താ പറയാ, നമ്മുടെ വർഷയുടെ അമ്മ തന്നെയാട്ടോ അവരെ ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്നത്. അപ്പൊ നമ്മുടെ രവീന്ദ്രനും നമ്മുടെ അമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും കുഴപ്പമുണ്ടാവില്ല, ഞങ്ങളൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രവീന്ദ്രനും ഏകദേശം ഒക്കെ എന്താ പറയാ, കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടായി. കാരണം നമ്മുടെ വർഷയുടെ അമ്മ തന്നെയാണല്ലോ ഇവരെ കൈപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനത്തെ ഒരു ഡിമാൻഡ് മാത്രമായിരുന്നല്ലോ നമ്മുടെ രവീന്ദ്രന് നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്നതും. അപ്പൊ അതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ ശ്രീകാന്തും വർഷയും ആ ഒരു വീട്ടിലേക്ക് കാലുകുത്തുന്ന ഒരു എന്താ പറയാ, പ്രവേശിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് നമുക്ക് ആ ഒരു പുതിയ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും അല്ലെ? അപ്പുറത്താണെങ്കിൽ നമ്മുടെ സച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? സച്ചി നമ്മുടെ വർഷയും കീരിയും പാമ്പും ആയിരിക്കും മിക്കവാറും അല്ലെ? പതുക്കെ പതുക്കെ അവര് ഭയങ്കര കട്ട ഫ്രണ്ട്സ് ഒക്കെ ആവുമായിരിക്കും അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണാട്ടെ. എന്തായാലും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി, കോടീശ്വരിയായി പുതിയൊരു മഴവുകളെ കിട്ടിയിരിക്കുകയാണല്ലോ. ഇനി ശ്രുതിയൊക്കെ വെറും എന്താ കുറച്ചാൾ കഴിയുമ്പോ കറിവേപ്പല പോലെ. കാരണം ശ്രുതിയുടെ അടുത്ത് അത്രയ്ക്കും പൈസ ഇല്ലാന്ന് നമ്മുടെ ചന്ദ്രമതിക്ക് മനസ്സിലാവും. നമ്മുടെ വർഷയുടെ അടുത്താണെങ്കിൽ ചോദിക്കുമ്പോ പൈസ ഇങ്ങനെ ഇരിക്കുമല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ വർഷയുടെ ഇങ്ങനെ സ്ഥാനം ഇങ്ങനെ കൂടും നമ്മുടെ ചന്ദ്രമതിയില് അല്ലെ? അപ്പൊ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളൊക്കെ തന്നെ ആയിരിക്കട്ടെ നമുക്ക് ചെമ്പനീർ പൂവിൽ ഇനി കാണാൻ സാധിക്കുന്നത്. എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.